അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. ഓ മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന പ്രവാചകരെ, പേടിച്ച് വിറച്ചുറങ്ങുന്ന പ്രവാചകരെ, ഖും എഴുന്നേൽക്കുക. ഉറക്കത്തിന്റെ സമയം കഴിഞ്ഞു, വിശ്രമത്തിന്റെ കാലം അസ്തമിച്ചു. എഴുന്നേൽക്കുക. ഫഅൻദിർ, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക. ആയത്തിറങ്ങുന്ന താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യയോട്, ഖദീജ, എന്റെ കിടക്കപ്പായ മടക്കി വെക്കുക, എന്റെ വിശ്രമത്തിന്റെ സമയം ക്ലോസ്. നാം പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ചോദ്യം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനായിലെ പാറക്കെട്ടിന്റെ മുകളിലെത്തി. ശ്രദ്ധിക്കണേ, മിനായിലെ പാറക്കെട്ടിന്റെ മുകളിൽ വന്നു. മക്കക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ആദ്യത്തെ ആദർശ പ്രസംഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തായിരുന്നു ആ പ്രസംഗം? റസൂലുള്ളാഹി തങ്ങളുടെ ആദ്യത്തെ പ്രസംഗത്തിന് രത്നച്ചുരുക്കം എന്തായിരുന്നു? നാം വായിച്ചാൽ, പഠിച്ചാൽ, ചിന്തിച്ചാൽ ഒരിക്കലും തബ്ലീഗ് ജമാഅത്തിന്റെ പ്രസംഗം അല്ലായിരുന്നു. അതിനപ്പുറം സാമ്രാജ്യത്തെ ശക്തികളെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ അധികാരത്തെ പറ്റി പറയുന്ന, അതല്ലെങ്കിൽ അനുസരണയെ പറ്റിയും ഹുക്കൂമത്തിനെ പറ്റിയും പറയുന്ന ആ വിഭാഗത്തിന്റെയും ചർച്ചയല്ലായിരുന്നു ആദ്യത്തെ പ്രസംഗം. പിന്നെ ഏതാണുള്ളത് നമ്മുടെ നാട്ടില്? അത് പിന്നെ ചർച്ചക്കേ ഇല്ലാത്തൊരു പോലെ, പറയേണ്ട ആവശ്യമില്ല. ഏത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സുന്നി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? സുന്നികൾ സുന്നത്തി ചെയ്യുന്നവരാ, ചർച്ചക്കില്ലാത്തതാ. തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗം അതായിരുന്നില്ല. പിന്നെന്തായിരുന്നു ആ പ്രസംഗം? പഠിച്ചുകൂടെ സഹോദരങ്ങളെ? വായിച്ചൂടെ സഹോദരാ? നിന്റെ സൃഷ്ടിപ്പിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു ഭാഗമല്ലേ ഖുർആനിൽ? സൂറത്തുൽ ഇൻസാൻ. മനുഷ്യ, ഞാനാ നിന്നെ പടച്ചത്. രണ്ട് വഴികളുണ്ട് നിന്റെ മുന്നിൽ. സത്യത്തിന്റെ വഴി, അസത്യത്തിന്റെ വഴി. സ്വീകരിക്കേണ്ടതോ യാഥാർത്ഥ്യത്തിന്റെ വഴിയാ സ്വീകരിക്കേണ്ടത്. അത് തിരിച്ചറിയാൻ, അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ, പഠിച്ചിട്ട് ഏറ്റെടുക്കാൻ. ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു പറഞ്ഞു, പഠിക്കാൻ നിനക്ക് കേൾവിയും കാഴ്ചയും ഞാൻ തന്നു. എന്തിന്? വഴി തിരഞ്ഞെടുക്കാൻ, വഴി സ്വീകരിക്കാൻ. അതിനാ നമുക്ക് അള്ളാഹു തന്നത്. ഇത് നമ്മളെന്താ പറയാ? ഞാൻ എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, എന്തും പറഞ്ഞോ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ആര് പറഞ്ഞാലും അതൊന്നും മനുഷ്യന്റെ സ്വഭാവമല്ല സഹോദര. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, നിങ്ങളെങ്കിലും ഒന്ന് ആലോചിക്കുക. പുതിയ തലമുറ ഒന്ന് ചിന്തിക്കുക. അള്ളാഹു എനിക്ക് തന്ന എന്റെ തലച്ചോറ് അത് പ്രവർത്തിപ്പിക്കേണ്ടവൻ ഞാനാ. എന്റെ ഉസ്താദോ, എന്റെ ഇമാമോ, എന്റെ ഖാദിയോ, എന്റെ ഷെയ്ഖൊന്നുമല്ല. അതെനിക്ക് വേണ്ടി അള്ളാഹു തന്നതാണ്. ഞാൻ വായിക്കണം, ഞാൻ ചിന്തിക്കണം, ഞാൻ പഠിക്കണം അല്ലേ? ചൂഷണ വിധേയമാക്കുന്ന സമുദായത്തിന്റെ മുന്നിൽ ഒരൊറ്റ വഴിയേയുള്ളൂ രക്ഷപ്പെടാൻ: സ്വന്തം ഇന്ദ്രിയങ്ങളെ വ്യക്തിപരമായി ഉപയോഗപ്പെടുത്തുക. ഇതിനപ്പുറത്ത് ഒരു വഴിയുമില്ല. മനസ്സിലാകുന്നുണ്ടോ? ചൂഷണം ചെയ്യപ്പെടുകയാ. വായിക്കാൻ പാടില്ല, പഠിക്കാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, പോവാൻ പാടില്ല. ഒരു സ്വാതന്ത്ര്യവുമില്ല മനുഷ്യന് അള്ളാന്റെ ഭൂമിയിൽ. അല്ല പറയുക, നിനക്ക് തന്നിരിക്കുന്ന ചെവി കൊണ്ട് നീ എന്നെ പറ്റി കേൾക്കുക, എന്റെ സംവിധാനങ്ങൾ കാണുക, എന്നെ കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക, വായിക്കുക, പഠിക്കുക. എല്ലാം അള്ളാഹു പറഞ്ഞിട്ടും ഒരു സമുദായത്തിന്, മഹാഭൂരിപക്ഷത്തിന് ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എന്തൊരു ലോകം! എന്നിട്ടും എന്തേ സഹോദരങ്ങളെ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കാത്തത്, ചിന്തിക്കാത്തത്? ഞാൻ നിന്നെ അങ്ങനെ ആക്കിയത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് നീ സ്വന്തം പഠിക്കുക. ഇത് നമ്മുടെ ഉസ്താദ് അങ്ങനെയല്ലോ പറഞ്ഞത്. അതൊന്നും എന്തെങ്കിലും പറയപ്പം ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ നാവുന്ന് വരേണ്ട വാക്കല്ല. അതേസമയം എന്റെ ഹബീബായ തങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞത്. അതിന് രസമുണ്ട് കേൾക്കാൻ. എനിക്ക് ഇസ്ലാം പഠിപ്പിക്കാൻ വന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അങ്ങനെയല്ലോ പറഞ്ഞു തന്നത്. സഹാബാക്കൾ അങ്ങനെയല്ലോ കണ്ടത്. അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങള് ഏറ്റവും നല്ല കാലഘട്ടമെന്ന് വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരൊന്നും ഇതല്ലല്ലോ ഇതിന്റെ വിശദീകരണം പറഞ്ഞത്. എന്ത് രസമുണ്ട് കേൾക്കാൻ. ഇത് എന്റെ പള്ളിയിൽ ഇമാം ആരോടോ എനിക്ക് ഇസ്ലാം പഠിപ്പിച്ചേരാ. ആ ഇമാമിന്റെ ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ: സലഫുകൾ ഇസ്ലാം മനസ്സിലാക്കിയ പോലെ സമുദായത്തിന് മനസ്സിലാക്കി കൊടുക്കുക.
സ്വന്തം വ്യക്തിപരമായി ഒന്നും പറയാൻ ഒരു ഇമാമിനും അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിനാ പർവതത്തിന്റെ മുകളിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മക്കയിലുള്ള സർവരെയും ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം എടുത്തു വിളിച്ചു. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഓരോരുത്തരെയും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ ആദർശ പ്രസംഗം നടത്തുക. അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിന്റെ പ്രാരംഭമായിരുന്നു അത്. ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. അന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്നും പറഞ്ഞില്ല ആദ്യത്തെ പ്രസംഗത്തിൽ. ഇങ്ങനെ, ഹേ ജനങ്ങളെ, അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ബനൂ ഹാഷിമെ, ഓരോരുത്തരെയും വിളിച്ച് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ജീവിതോപാധികൾ നൽകുകയും ജീവിതത്തെ നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണമെന്ന തത്വമല്ലായിരുന്നു ആദ്യത്തെ പ്രസംഗത്തിന്റെ ചുരുക്കം ആയിരുന്നു. ഒരിക്കലുമല്ല. അതേപോലെ ഇനി പരിസര പ്രദേശങ്ങളിൽ സാമ്രാജ്യത്വ ശക്തികൾ, അധിനിവേശക്കാര്, മേൽക്കൊയ്മക്കാര്, മുതലാളി വർഗം അവരൊക്കെ വരികയാണ്, ത്വരിതണം, ജിഹാദ് വേണം. ഇതൊന്നുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയത്. പിന്നെന്താ പറഞ്ഞത്? ഓ ജനങ്ങളെ, ഈ പർവ്വതത്തിന്റെ പിറകിലൂടെ ഒരു ശത്രു സൈന്യം സർവ്വസന്നാഹങ്ങളോടും കൂടി നിങ്ങളെ എതിരിടാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ സംശയം? തീർച്ചയായും വിശ്വസിക്കും. എന്നാൽ അതായിരുന്നു അല്ലാഹുവിന്റെ ഉലൂഹിയ്യത്ത്. കാരണം അവിടെയായിരുന്നു ജനങ്ങൾക്ക് പിഴച്ചുപോയത്. മക്ക ഖുറൈശികളോട് അല്ലാഹു റബ്ബാണ് എന്ന് പ്രബോധനം ചെയ്യേണ്ട ആവശ്യമില്ല. അബൂജഹൽ അടക്കമുള്ള കൊടിയ മുശ്രിക്കിന് പോലും ഉടമസ്ഥനായ അല്ലാഹുവിനെ നന്നായിട്ടറിയാം. ശരിക്കും വിശ്വാസമുള്ളവർക്ക് അല്ലാഹുവിൽ തീർച്ച സൃഷ്ടാവ് അല്ലാഹുവാണെന്ന വിഷയത്തിൽ അന്ന് മക്കയിൽ ജീവിച്ച ഒരാൾക്കും സംശയമില്ല. റാസിഖ് അല്ലാഹുവാണെന്ന വിഷയത്തിൽ, മുദബ്ബിർ അല്ലാഹുവാണെന്ന വിഷയത്തിൽ മക്ക മുശ്രിക്കീങ്ങൾക്ക് ഒരു സംശയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദഅവത്തിന്റെ പ്രാരംഭത്തിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. പറഞ്ഞില്ല. നമുക്കുണ്ടോ പറയേണ്ട ആവശ്യം? നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ആർക്കറിയാത്ത അല്ലാഹുവാണെന്ന് ഖാലിഖെന്ന്? ഈ വർത്തമാന കാലഘട്ടത്തിൽ എന്റെ ഖാലിഖ് അല്ലാഹു അതെല്ലാം പറഞ്ഞാൽ മുത്തിക്ക് അടി കൊടുക്കും നമ്മൾ, അല്ലേ? ഒരെത്ര വലിയ ഡിഗ്രി എടുത്തനായാലും ശാസ്ത്രജ്ഞനായാലും കൊടുക്കും. സൃഷ്ടാവില്ലാതെ നീ ഉണ്ടായെന്നോ? അസംഭവ്യം. റാസിഖ്, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? എന്റെ കച്ചവടാണ്. നീ പറയും, എന്നാലും രാവിലെ വന്നിരുന്നിട്ട് പറയില്ലേ, കേക്കണേ അല്ലേ? നീശ്വരവാദിയും പറയും, ഒന്ന് ആങ്ങെങ്കിലും കാണിക്കും. ഓരോ കുട്ടിയും ജനിച്ചു വീഴുന്നത് ഇസ്ലാമിന്റെ ഫിത്രത്തിന്റെ മേലാണ്. അവന്റെ മാതാപിതാക്കൾ ഒന്നുകിൽ മുവഹിദാക്കും, അല്ലെങ്കിൽ ജൂതനാക്കും, അല്ലെങ്കിൽ മജൂസിയാക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാക്കും, അല്ലെങ്കിൽ ഖുറാഫിയാക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉപ്പയും ഉമ്മയും ഭരണാക്കണ്ട. സഹോദര, അല്ലാഹുവിനെ അറിയാത്ത ഒരാളും ഭൂലോകത്തില്ല. എനിക്ക് എന്റെ റബ്ബിനെ അറിയില്ല എന്ന് പറയാൻ സാധിക്കൂല. ജീവനുള്ള ശരീരത്തിന് ജീവനില്ലാത്ത വസ്തുതകൾക്ക് പ്രകൃതി വിരുദ്ധമാണത്, അംഗീകരിക്കാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയല്ലേ ഖുറൈശിയോട് ചോദിക്കാൻ, വലഇൻ സഅൽതഹും അങ്ങവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, മൽ ഖലഖസ് സമാവാതി വൽ അർള, ആകാശങ്ങളെ പടച്ചവൻ ആരാണെന്ന്, ഭൂമിയെ നിർമ്മിച്ചവൻ ആരാണെന്ന്, ലയഖൂലുന്നല്ലാഹ്, തീർച്ച അവര് പറയും അല്ലാഹുവാണെന്ന്. ഇതേതാ അല്ലാഹ്? വേറെ രണ്ടല്ലുണ്ടോ? ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദത. ഖുർആൻ പറഞ്ഞു അത് ഒറ്റൊന്നേ ഉള്ളൂ. അവരെന്നെ ഖുറൈശികൾ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞല്ലോ, ഖാലിഖാൻ ചോദിച്ചാൽ ഖുറൈശികൾ പറയും
അള്ളാഹുവാണ്. അതിലെന്താ വലിയ സംശയം? ഒരു സംശയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചത് ഉലൂഹിയത്തിലേക്കാണ്. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ഒരു റബ്ബുണ്ടല്ലോ, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നിങ്ങളെ നിരീക്ഷിക്കുന്ന, നിങ്ങൾക്ക് ജീവിതോപാധികൾ നൽകുന്ന ഒരു അല്ലാഹു ഉണ്ടല്ലോ. അല്ലാഹുക്ക് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ. പ്രാർത്ഥന എന്ന ആരാധനയിലെ മുഖ്യ ഘടകം അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത്. ഇതാണ് നമുക്കും പറയാനുള്ളൂ. വേറെ ഒരു പ്രവാചകനും അതൊന്നും പറയേണ്ടിയില്ലായിരുന്നു സഹോദര. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നാ പാറക്കെട്ടിന്റെ മുകളിൽ നിൽക്കവേ മുമ്പിൽ കൂടിയിരിക്കുന്ന ആ ഖുറൈശികളിൽ കള്ളുകുടിയന്മാരുണ്ട് എന്ന വസ്തുത അറിയാം. കാരണം മക്ക ഖുറൈശികളുടെ സ്വഭാവമാണത്. കള്ളില്ലാതെ ജീവിതമില്ല. പെണ്ണുപിടിയന്മാരും വ്യഭിചാരികളുമാണ്. ആ യാഥാർത്ഥ്യം റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. കൊലയാളികളും കൊള്ളക്കാരും ചട്ടമ്പികളുമാണ് അവർ. അതും റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. അതൊന്നും പറയാതെ ജനങ്ങളെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, ആ റബ്ബിന്റെ മുന്നിൽ മാത്രം ശിരസ് കുനിക്കുക, ആവശ്യങ്ങളെല്ലാം അല്ലാഹുവിനോട് മാത്രം നിങ്ങൾ ചോദിക്കുക. അതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി പ്രബോധനം ചെയ്തത്. വേറൊന്നിന്റെ ആവശ്യമില്ലായിരുന്നു. ശരിയാണത്. ആരാധിക്കപ്പെടേണ്ടവൻ ആരാ ഒരു വിഷയമാണ്, വലിയ വിഷയം തന്നെയാണ്. തൗഫീഖുള്ളവർക്കേ മനസ്സിലാവും. അങ്ങനൊരു കാര്യമുണ്ട്. അങ്ങനെ അള്ളാഹു തൗഫീഖ് കൊടുത്തവർക്കേ മനസ്സിലാവും. എല്ലാത്തിനും പിടുത്തം കിട്ടൂല. വലിയ ആലിമായിട്ടൊന്നും കാര്യമില്ല. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളകത്ത് ഇസ്ലാമിന്റെ പ്രകാശം വരും. അള്ളാഹു എന്താ പറഞ്ഞേ? ഞാൻ ആരെ ഉദ്ദേശിക്കുന്നോ അവന്റെ മനസ്സ് ഞാൻ തുറന്നു കൊടുക്കും. അല്ലാത്തത് എപ്പോഴും ചങ്ങല കൊണ്ട് മൂടപ്പെട്ടതാണ്. വാരി കോരി ഒഴിച്ചു കൊടുത്താൽ അങ്ങോട്ട് കേറില്ല. അള്ളാഹു തൗഫീഖ്, അള്ളാഹു തൗഫീഖ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു അല്ലാഹുവോട്, അല്ലാഹ് മനസ്സ് തുറന്നതാ, നിന്നെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഇതാ, നിന്റെ ദാസനായി ജീവിക്കാൻ, ദാസിയായി ജീവിക്കാൻ, എല്ലാം നിനക്കർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ, ഇസ്ലാമിന്റെ രാജവാദ പ്രാവർത്തികമാക്കാൻ എനിക്ക് തൗഫീഖ് ഇതാ ദുആ ചെയ്തു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അല്ലാഹു എനിക്കും നിങ്ങൾക്കും സർവർക്കും തൗഫീഖ് തരട്ടെ, എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ. ആരാധിക്കപ്പെടേണ്ടവൻ ആരാ? പ്രാർത്ഥിക്കപ്പെടേണ്ടവൻ ആരാണ്? ഒരു വിഷയം. ഒരു വസ്തു ആരാധിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും പ്രാർത്ഥിക്കപ്പെടാനും മനസ്സിന്റെ ഉള്ളകത്തുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒരു വസ്തുവിന്റെ മുന്നിൽ സമർപ്പിച്ച് അതിൽ നിന്നും ഇങ്ങോട്ട് സ്വാതന്ത്ര്യം നേടാനും ചില അർഹതകൾ ആവശ്യമാണ്. ഇവിടെ ഞാനും നിങ്ങളും എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യവും അതാ. എനിക്ക് ആരാധനകൾ അർപ്പിക്കാൻ, എനിക്ക് എന്റെ വിഷയങ്ങൾ ചോദിക്കാൻ, എന്റെ പ്രശ്നങ്ങൾ എടുത്തു പറയാൻ, എന്റെ ദുഃഖങ്ങൾ പറയാൻ, മനസ്സിന്റെ സ്വസ്ഥത ലഭിക്കാൻ, എനിക്ക് മക്കളെ കിട്ടാൻ, എന്റെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ, എന്റെ കച്ചവടത്തിന്റെ ബർക്കത്തുണ്ടാവാൻ, എന്റെ രോഗങ്ങൾ മാറാൻ, ഞാനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ കിട്ടാൻ ഒരു വസ്തുവിനെ എന്റെ മനസ്സ് ആവശ്യപ്പെടുന്നുവെങ്കിൽ ആ വസ്തുവിന് ചില അർഹതകൾ അത്യാവശ്യമാണ്. ആ അർഹതകൾ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഇലാഹ, അല്ലെങ്കിൽ ഇലാഹല്ല. എന്താണ് അർഹത? ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ആ ഇലാഹ് റബ്ബായിരിക്കണം. അല്ലേ? ആ ഇലാഹ് റബ്ബായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കീങ്ങളോട് അന്ന് മക്കയിൽ ഉലൂഹിയത്ത് പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹുവാകുന്ന റബ്ബിനെ ആ മുശ്രിക്കിന് അറിയാം. ഏത് അല്ലാഹനെയാണോ നിങ്ങൾ ഖാലിഖായും റാസിഖായും മുദബ്ബിറായും അംഗീകരിച്ചത്, ആ അല്ലാഹ്ക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കും. അല്ലേ? ഒരാൾ റബ്ബാകാനുള്ള അർഹതകൾ എന്തൊക്കെയാണ്? ഒന്ന് അല്ലാഹു ആ റബ്ബ് ഖാലിഖായിരിക്കണം. റബ്ബ് ഖാലിഖായിരിക്കണം. ശ്രദ്ധിക്കണം, റബ്ബി എന്ന വാചകത്തിന്റെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ നൽകിയ വിശദീകരണവും അതിന്റെ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അത് അതേപടി മനസ്സിലാക്കി റബ്ബിനെ തിരിച്ചറിയാൻ തയ്യാറാവണമെന്ന. റബ്ബിൽ ഒന്നാമതായിട്ടുണ്ടായിരിക്കേണ്ടത് ഖാലിഖായിരിക്കുക എന്നതാണ്, സൃഷ്ടാവായിരിക്കുക എന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങളെ പടച്ചവൻ ഞാൻ തന്നെയാണെന്ന്
ആധികാരികമായി പ്രഖ്യാപിച്ചു. പേടിയില്ലാതെ. ആരെ പേടിക്കണ്ട്? ആരോട് എന്നോട് ചോദിക്കാൻ? ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ആരുമില്ല. സ്വച്ഛാധിപതിയായ റബ്ബ്, 7 ആകാശങ്ങളെ പടച്ചവനായ റബ്ബ്, ഭൂലോകത്തെ ഉണ്ടാക്കിയവൻ, സമുദ്രങ്ങളെയും മരുഭൂമികളെയും കാടുമേടുകളെയും സർവസ്വത്തിന്റെയും നിയന്താവ്, ഖാലിഖായവൻ അല്ലാഹു മാത്രം. സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ അല്ലാഹു ഒരു പങ്കാളിത്തം ആരുമായിട്ടില്ല. ഉണ്ടോ? മുഹീദ്ദീൻ ശൈഖിന് സൃഷ്ടികളെ ഉണ്ടാക്കിയ വിഷയത്തിൽ പങ്കില്ല. റിഫായി തങ്ങൾക്കില്ല, ബദരീങ്ങൾക്കില്ല, ഉള്ളടത്തെ തങ്ങൾക്കുമില്ല, ഏതെങ്കിലും ഔലിയായില്ല, മലായികത്തുകൾക്കില്ല, ജീവിക്കുന്ന കീടങ്ങളായ മനുഷ്യദൈവങ്ങൾക്ക് പോലുമില്ല. ഒന്നിലും ഒരു പങ്കാളിത്തവും. പറയട്ടെ, തെളിയിക്കട്ടെ. അല്ലാഹു സ്വയം പറയാൻ, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. ആരാണെന്നറിയുമോ? അല്ലാഹ് 7 ആകാശങ്ങളെയും ഈ ഭൂമിയെയും സൃഷ്ടിച്ചവനാണവൻ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ കൂളായിട്ട് അല്ലാഹു തആലക്ക് ചേർന്നു അല്ലേ? അവൻ സ്വന്തം പറഞ്ഞു, ഞാൻ ഖാലിഖാണ്. ഇനി ആകാശം മാത്രമല്ല, നിന്നെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. ഇന്നാ ഖലഖനൽ ഇൻസാൻ. മനുഷ്യ, നിന്നെ ഉണ്ടാക്കിയ ഞാനാ. പിന്നല്ല ഞാൻ ഉണ്ടാക്കിയ മനുഷ്യന്മാര് വേറെ ഉണ്ടാക്കുന്ന ആളാവാൻ? നോ, അസംഭവ്യ, മുഹാൽ. ഒരിക്കലും സംഭവിച്ചു. ഖാലിഖ് അല്ലാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു മുശ്രിക്കീങ്ങളോട്, ആരോട് ഖാലിഖ്? എല്ലാവരും പറഞ്ഞു അല്ലാഹുവാണ് ഖാലിഖ്. രണ്ടാമത്തെ അർഹത എന്താ? റാസിഖായിരിക്കണം റബ്ബ്. അഥവാ സൃഷ്ടിച്ച് ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ച റബ്ബ് ആ സൃഷ്ടികൾക്ക് ജീവിതോപാധികൾ നൽകുന്നവനായിരിക്കണം. അല്ലാഹുവല്ലേ നൽകുന്നത്? നാം അറിയാതെ, നാം സ്വപ്നം പോലും കാണാതെ, ചിന്തിക്കുക പോലും ചെയ്യാതെ നമ്മുടെ റിസ്ഖിനെ ആകാശങ്ങളിൽ നിന്ന്, ഭൂമികളിൽ നിന്ന് ഉടമസ്ഥനായ അല്ലാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. ഖുൽ, ചോദിക്കൂ പ്രവാചകരെ, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ ആരാണ്? മറുപടി അല്ലാഹ്. ആരുടെ മറുപടി? അബൂജഹലിന്റെ, ഉതുബത്തിന്റെ, ശൈബത്തിന്റെ, അബൂ സുഫിയാന്റെ, ഇങ്ങനെ മക്കയിലെ അഗ്രഗണ്യന്മാരായ മുശ്രിക്കീങ്ങളുടെ മറുപടി എന്താണ്? പിന്നെന്താ ഇപ്പോൾ വിഷയം? ഇപ്പൊ തർക്കം എന്താ? പിന്നെ ഈ അടിയും മുടിയും കലഹൊക്കെ എന്തിനാ? അബൂജഹൽ മറുപടി ഖുർആൻ ശരീഫിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കി, മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ ആരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ. കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തിയവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനുള്ള വസ്തുവിൽ നിന്നും ശവങ്ങളെ കൊണ്ടുവരുന്നവൻ ആര്? ജീവനില്ലാത്തവയിൽ നിന്നും ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നവൻ ആര്? വമൻ യുദബ്ബിറുൽ അംർ. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവൻ ആര്? അല്ലാഹു പറയുന്നു, ഖുറൈശികൾ ഒന്നടങ്കം മറുപടി പറയും, ലയഖൂലുന്നല്ലാഹ്. തീർച്ച അല്ലാഹു. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപറ്റം ആൾക്കാർക്ക് തെറ്റുപറ്റി. ഒരുപറ്റം ആൾക്കാർ തെറ്റിദ്ധരിച്ചു. റാസിഖായ അല്ലാഹുവാകുന്ന നമ്മെവരെയും പടച്ചു പരിപാലിക്കുന്നവന്, അവന്റെ അടിയാറുകളെ, അല്ലാഹു സൃഷ്ടിച്ചു വിട്ട ജീവജാലങ്ങളെ ആലോചിക്ക് സഹോദര. ബുദ്ധി കൊടുത്തുകൊണ്ടെന്ന് ചിന്തിക്ക്. ഭൂമിയിൽ ജീവിച്ച് മരിച്ചുപോയ അമ്പിയാക്കള്, ഔലിയാക്കള്, തങ്ങന്മാര് ആരൊക്കെയാണോ നിങ്ങൾ കാണുന്നത്? അവര് സർവരും അല്ലാഹുവിന്റെ വായു ശ്വസിച്ചവർ, അല്ലാഹുവിന്റെ വെള്ളം കുടിച്ചവർ, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ചവർ, അല്ലാഹു തീരുമാനിച്ച പോലെ ജീവിച്ച് മരിച്ചവർ. അവര് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ റാസിഖി എന്ന ഏകാധിപത്യത്തിൽ പങ്കാളിയാക്കി. പാടിയില്ലേ സഹോദര? നീ പാടിയില്ലേ? എന്റെ സാധാരണക്കാരൻ, നീ അറിയാതെ പാടിപ്പോയത്, ഏകാധിപത്യത്തിന് കടക്ക് കത്തിവെച്ചത് നീ അറിയാതെ, നിന്നെ ചൂഷണം ചെയ്ത, നിന്നെ വിട്ടുയാക്കിയ, നിന്നെ നരകത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നവർ അറിഞ്ഞുകൊണ്ട് മൂടി വെച്ചത് ആ സത്യത്തെ.
നിന്റെ മുന്നിൽ നിന്നെ ചൂഷണം ചെയ്യാൻ, നിന്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ, അതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല മൂടി വെക്കലേ. നിങ്ങളാ മഴ തരുന്നത്, നിങ്ങളാ വെള്ളം തരുന്നത് ഭൂമിയിൽ ഉള്ളവർക്ക്, ആകാശത്തിലുള്ളവർക്ക്. നിന്റെ ബുദ്ധി അഭാരം, തൊലിക്കട്ടി അതിനേക്കാൾ അഭാരം. അത് പറയാ. എടോ, അല്ലാഹു ഖുർആനിൽ ചോദിക്കുക, അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ മേഘപ്പാടുകൾക്കിടയിൽ നിന്ന് മഴത്തുള്ളികളെ വർഷിപ്പിച്ചത്, അതല്ല നാമാണോ അത് ചെയ്തത്? എന്താ അടിമയുടെ മറുപടി? അല്ലാ, നീ തന്നെയാണ്. വേറെ ആർക്ക് പറ്റും? റിസ്ക് തരാൻ വേറെ ആർക്ക് പറ്റും? വെള്ളം വർഷിപ്പിച്ചവൻ നാം തന്നെയാണ്. പിന്നെ ഉണങ്ങിക്കിടന്ന ഭൂമിയെ ആ വെള്ളം കൊണ്ട് കീറിയവനും ഞാൻ തന്നെയാണ്. പിന്നെ ധാന്യമണികളെ ആ മണ്ണുകൾക്കിടയിൽ നിന്ന് മുളപ്പിച്ചു കൊണ്ടുവന്നവനും ഞാൻ തന്നെയാണ്. അവർ പറയാം, മൊയ്തീൻ ഷെയ്ഖാണ്. ഏത് വിശ്വസിക്കും നീ? എന്റെ സാധാരണക്കാരായ സഹോദര സഹോദരി, നീ ഏത് വിശ്വസിക്കും? നിന്റെ അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കുമോ, അതല്ല ഖാദി പറഞ്ഞത് വിശ്വസിക്കുമോ? അള്ളാഹു പറഞ്ഞ് വിശ്വസിച്ചാൽ നീ മുസ്ലിം, ഖാദി പറഞ്ഞ് വിശ്വസിച്ച് അള്ളാഹിനെ തള്ളിയാൽ ഔട്ട്. അല്ലേ? അതെന്താ ഇപ്പൊ ഇത്ര വലിയ സംശയം? അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിച്ചവൻ മുസ്ലിം. അള്ളാഹുവിനെയും പ്രവാചകനെയും എതിരാക്കിയവൻ, കുരുത്തക്കേട് കാണിച്ചവൻ, അതാ ഖുർആന്റെ വാക്ക്, ശാശ്വതമായ നരകത്തിൽ. നീ എവിടെയാ? നീ എവിടെ എങ്ങനെ മരിച്ചു പോയാൽ ഒന്നാലോചിച്ചു. ഉറക്കപ്പായ കിടന്ന് ആലോചിക്കണം, പടച്ച തമ്പുരാനെ, ഖുർആൻ പറയുന്നു അള്ളാഹു ആണ് വെള്ളം തരുന്നത്, പക്ഷെ മൊയ്തീൻ മാല പറയുന്നു മൊയ്തീൻ ഷെയ്ഖാ വെള്ളം തരുന്നത്. ഞാൻ ഏത് വിശ്വസിക്കണം? നീ അള്ളാഹ് പറഞ്ഞ വിശ്വസിക്കണം. തീർന്നില്ലേ? നീ അള്ളാന്റെ അടിമയാവണം. മൊയ്തീൻ ഷെയ്ഖിന്റെ ആരും ആവണ്ട. ബഹുമാനിച്ചോളൂ, ആദരിച്ചോളൂ, സ്നേഹിച്ചോളൂ, കുഴപ്പമില്ല. അള്ളാഹുവിന്റെ വലിയ മനുഷ്യനാണ്, പക്ഷേ അള്ളാന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പാടില്ല. അതാണ് ഇനി അടുത്ത റുബൂബിയ്യത്തിന്റെ അർഹത മൂന്നാമത്തേത് തദ്ബീറാണ്. മുദബ്ബിറായിരിക്കണം എന്നതാണ്. കൈകാര്യം ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ അത് അല്ലാഹു തന്നെയാ. കാരണം അല്ലാഹു ചോദിച്ചല്ലോ, വമയുദബ്ബിറുൽ അംറ, ആരാണോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? പറയും അല്ലാഹു. മാത്രമല്ല ഉടമസ്ഥനായ റബ്ബ് അങ്ങ് സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. എവിടെ? 7 ആകാശങ്ങൾക്കും അപ്പുറത്ത്. എല്ലാം സൃഷ്ടിച്ചു തീർത്തു, എല്ലാത്തിനെയും ഉണ്ടാക്കി. എന്നിട്ടോ രാജാതിരാജൻ, അധികാരികളുടെ അധികാരി, സ്വച്ഛാധിപതിയായവൻ, സർവത്തിനും കഴിവുള്ളവൻ, ആരാരും ചോദ്യം ചെയ്യപ്പെടാത്തവൻ, എല്ലാത്തിനെയും മടക്കി ഭരിക്കുന്നവൻ, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അർശിൽ ഉപവിഷ്ടനായി. എന്നിട്ട് യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശ ലോകത്ത് വെച്ച് ഭൂമിയെ റബ്ബ് കൈകാര്യം ചെയ്യുകയാണ്. എന്ത് രസമുണ്ട് ഖുർആൻ വായിക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കിയ ഒരാൾക്കെങ്കിലും സഹോദരാ ഈ പ്രസ്ഥാനത്തെയോ ഈ വാചകങ്ങളെയോ, പ്രസ്ഥാനം പോട്ടെ, ഈ വാചകത്തെയെങ്കിലും തള്ളിക്കളയാൻ പറ്റുമോ? ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് മനസ്സിലാക്കി തന്നത്. അവിടെ ഇരിക്കുന്ന റബ്ബ് കൈകാര്യം ചെയ്യുകയാണ്. തദ്ബീർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ലാഭനഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, നിമിഷങ്ങൾ, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആര്? ഉടമസ്ഥനായ റബ്ബ്. ആരുടെ വിശ്വാസം? മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസം. അല്ലേ? വമയുദബ്ബിറുൽ അംർ, അല്ലാഹു ചോദിച്ചു, ഫസയഖൂലൂന അല്ലാഹ്, തീർച്ച അവർ പറയും അല്ലാഹുവാണ്. സൂറത്ത് യൂനിസിന്റെ 31-ാമത്തെ ആയത്ത്. വ്യക്തം. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദര, അവിടെയും ചെറിയൊരു അപാകത. എന്താണെന്നറിയുമോ? മുഖമുശ്രിക്കീങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിട്ടില്ല. അവർ കൂളായിട്ട് സമ്മതിച്ചു. പക്ഷെ ഇനിയും നാം സമ്മതിക്കാൻ തയ്യാറല്ല. ഏതാണത്? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ
على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب. ദൈവത്തിനർത്ഥം ഈ അർത്ഥം അറിയാതെ ഇതുവരെ ചൊല്ലിയത് അതാ പറ്റിപ്പോയത്. 40,000 പ്രാവശ്യം ചൊല്ലി എന്റെ കാര്യം നടത്തണേ എന്ന് പ്രാർത്ഥിച്ചത് അർത്ഥം അറിയാതെയായിരുന്നു. നിനക്ക് സംഭവിച്ചത് അറിയാതെ, പക്ഷെ നിന്നെ ചൊല്ലിച്ചതോ അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത്. അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരുന്നു. എന്താണ് ആ വാക്കിന്? നീ എപ്പോഴെങ്കിലും ചോദിച്ചോ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന്? എപ്പോഴെങ്കിലും സാധാരണക്കായി പറയും, ഇപ്പൊ ഏതാ ഇപ്പൊ സ്വീകരിക്കും? മുജാഹിദ് പറയുന്നു, ഉന്നി പറയുന്നു, റബീ പറയുന്നു, ജമാഅത്ത് സാഹിബ് പറയുന്നു, ഏതാ ഞാൻ സ്വീകരിക്കുന്നത്? ഞാൻ ഇങ്ങനെ പൊക്കോളാം. അതൊന്നും മനുഷ്യന്മാര് പറയേണ്ടതല്ല സഹോദര. എല്ലാരും പറയുന്നല്ലോ. എന്നാ പറഞ്ഞ ഞാനൊന്ന് പഠിച്ചു നോക്കട്ടെ. നീ എങ്ങനെ പഠിക്കും? ഖുർആൻ കൊണ്ട് പഠിക്കും. പിന്നെയോ സൂദാൻ ഹദീസ് കൊണ്ട് പഠിക്കും. അതുമില്ലെങ്കിലോ സഹാബത്തിനെ നോക്കും. അതുമില്ലെങ്കിലോ സലഫുകളെ നോക്കും. അത് എന്നെ നോക്കാത്ത എനിക്കത് എന്നെ നോക്കൂടെ? നിങ്ങളെ നോക്കാൻ കൊള്ളൂലല്ലോ. കാരണം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ആരെ നോക്കണം? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മൽ ലദീന യലൂനഹും സുമ്മൽ ലദീന യലൂനഹും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുബാറക്കായ നാവ് കൊണ്ട് പറഞ്ഞെങ്കിൽ അങ്ങനെ നീ സ്വയം പഠിക്ക്, സ്വയം ചിന്തിക്ക്. ഇതൊന്നും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പറയുന്നല്ല. അങ്ങനെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുപാട് ആളെ കിട്ടണം, മെമ്പർഷിപ്പ് എടുക്കണം, അതൊന്നുമില്ല. ജനം ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് വരണം. അതിനപ്പുറത്തൊന്നുമില്ല. നീ എന്താ ഇത്രയും കാര്യം ചൊല്ലിയത്? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. യാ അല്ലാഹ്, പരിപൂർണമായ സ്വലാത്ത് നീ ചെയ്യണം. വസല്ലിം സലാമൻ തമ്മ, പൂർണ്ണമായ സലാം ചൊല്ലണം. ആർക്ക്? അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആരാണ് പ്രവാചകൻ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, കെട്ടുകളെ അടിച്ചുവിടുന്ന പ്രവാചകൻ. കച്ചവടത്തിന് ഭയങ്കര എന്താ പറയാ നഷ്ടം, ഭയങ്കര നഷ്ടം. ഇങ്ങനെ ദുആ ചെയ്ത് ഒരുപാട് ദുആ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ അൽഹംദുലില്ലാഹ് കണക്കുകളൊക്കെ ശരിയായി, കച്ചവടമൊക്കെ മെച്ചപ്പെട്ടു. അറിയുന്നു നീ വായിച്ചതിന്റെ, നീ പാടിയതിന്റെ അർത്ഥം നിനക്കറിയുമെങ്കിൽ നീ പറയും, നീ വിശ്വസിക്കും, എന്റെ റസൂല് എന്റെ കെട്ടെല്ലാം അഴിച്ചു തന്നു. പക്ഷെ മക്കയിലെ മുശ്രിക്ക് പറയും, അതൊന്നും തങ്ങൾ കൊണ്ട് പറ്റൂല, അള്ളാഹിനെ കൊണ്ടേ പറ്റും. കെട്ടഴിക്കാൻ അള്ളാഹ് അള്ളാഹ് ചോദിച്ചല്ലേ ആരോടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? നീ പറയൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ആവശ്യങ്ങളൊക്കെ ആ പ്രവാചകൻ പൂർത്തീകരിക്കുമത്രേ. ആ പ്രവാചകനെ കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുമത്രേ. ഇല്ലടോ, ഇല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ചീട്ട് കളിക്കാനുള്ള സാധനം അല്ല, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. ഞാനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ, ഇസ്ലാമിന്റെ മാതൃകാ യോഗ്യനായ ഒരു പുരുഷൻ. അല്ലേ? ഇങ്ങനത്തെ തോന്നിവാസത്തെ റസൂലുള്ളാഹി തങ്ങളെ കിട്ടൂല. ആവശ്യം എന്തുണ്ടെങ്കിലും അള്ളാഹിനോട് ചോദിക്കുക, വേറെ ആരോടും ചോദിക്കാൻ പാടില്ല. ഇത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനം. സമുദായത്തോട് ആ സമുദായം പറയുക, അത് തങ്ങൾക്ക് പറയാം. എന്റെ ആവശ്യം തങ്ങളോട് ചോദിക്കും, തങ്ങൾ തന്നേക്കണം. നടപ്പില്ല, തരൂല, തരാൻ പറ്റൂല. തരേണ്ടവൻ അള്ളാഹുവാണ്. തെറ്റുപറ്റിപ്പോയി സഹോദര, മാറണം. തദ്ബീർ, അതിനുള്ള ഏകാധിപത്യം അള്ളാഹു മാത്രമാണ്. ഈ 3 അർഹതകളും ഉൾക്കൊള്ളിക്കപ്പെട്ടവന്റെ ഒറ്റ പേരാണ് റബ്ബ്. ആ റബ്ബാണ് ഇലാഹ്. അല്ലേ? ആ റബ്ബാണ് ഇലാഹ്. അവരാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹദ്റത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം പരിശുദ്ധ ഖുർആനിലുണ്ട്. എന്താണെന്നറിയോ? മൂസ, എന്നെ മാത്രമേ നീ ആരാധിക്കാവൂ, എന്നെ മാത്രമേ നീ ആരാധിക്കാവൂ. എന്താ അങ്ങനെ? മറുപടിയും അല്ലാഹു തന്നെ പറഞ്ഞു. അങ്ങനെ ഹോ മൂസ, നിന്റെ വലത് കൈയിൽ എന്താണ് മൂസ? ഖാല ഹിയ അസായ്, ഹേ അല്ലാഹ്, അതെന്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ആ വടി ആടുകളെ മേച്ച് ക്ഷീണിച്ച അവസനാകുമ്പോ പാറക്കെട്ടുകളിലോ മരച്ചില്ലകളിലോ ചാരി വെച്ച് അതിൽ ചാരിക്കിടന്ന് ഞാൻ വിശ്രമിക്കാറുണ്ട്. എന്റെ ആടുമാടുകൾക്ക് പച്ചിലകൾ പറിച്ചു കൊടുക്കാനും ഉപയോഗിക്കാറുണ്ട്.
വലിയ ഫീഹാ മആരിബു ഉഖ്റ, അതല്ലാത്ത ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ആ വടിയിലുണ്ട്. എന്താ അടുത്ത വാചകം ഖുർആന്റെ? ഓ അങ്ങനെയൊക്കെയാണല്ലേ, ഇത്രയും ഉപകാരമുള്ള സാധനമാണോ? അൽഖിഹാ യാ മൂസ, ഇനി അത് വേണ്ട കളഞ്ഞ. അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഇനി ആ വടി വേണ്ട കളഞ്ഞ. സാധാ മനുഷ്യൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സാധാ മനുഷ്യനാണ്. അതിൽ വല്ല സംശയമുണ്ടോ? അതിന് വല്ല സംശയമുണ്ടോ? അതിന് നല്ലൊരു ഉദാഹരണം പരിശുദ്ധ ഖുർആനിലുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല ചൂടുള്ള ചോരയുള്ള പച്ച ഇറച്ചിയുള്ള നല്ല മനസ്സുള്ള ഒരു പച്ച മനുഷ്യനായിരുന്നു എന്നതിന്റെ തെളിവുണ്ട് ഖുർആനിൽ. കേൾക്കണോ? വടി താഴിടാൻ പറഞ്ഞല്ലോ, വടി താഴെ ഇട്ടു. എന്തായി? അത് ഭയങ്കരനായ ഒരു പാമ്പായി രൂപാന്തരപ്പെട്ടു. മൂസ നബിയിലേക്ക് ചീറിയെടുക്കുന്ന പാമ്പായി വന്നു. അത് കണ്ടപ്പോ വല്ലാ മുദുബിറ, പേടിച്ച് മൂസ നബി പിറകോട്ടോടി. വാക്കിനർത്ഥം വല്ലാ മുദുബിറ, പിറകോട്ടോടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. വലം യുഅഖിബ്, തിരിഞ്ഞു നോക്കിയതേ ഇല്ല. അപ്പൊ ഞാൻ വിളിച്ചു, യാ മൂസ അഖ്ബിൽ വലാ തഖഫ്, പേടിക്കണ്ട, ഇങ്ങോട്ട് വാ, ഞാനാണ് ഈ പാമ്പിനെ ആക്കിയത് എന്ന്. വെച്ചാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആക്കിയതല്ല എന്നർത്ഥം. പിന്നെ എന്തിനാ പേടിച്ചത്? പേടിക്കണ്ടോ? ഈ പ്രേതത്തിന്റെ ഫിലിമൊക്കെ ഉണ്ടാവില്ല, അത് കാണുന്ന പിള്ളേരെല്ലാം പേടിച്ച് ചിലപ്പോ മൂത്രയിക്കും. അത് ഉണ്ടാക്കിയാലോ ചിരിക്കുന്നുണ്ടാവും അല്ലേ? കാരണം എന്താണ്? അറിയാവുന്നത് കൊണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പാമ്പിനെ കണ്ടിട്ട് ഓടുക, പേടിച്ചിട്ട് ഓടുക. പേടിക്കണ്ട, നമ്മൾ തിരിച്ചു വിളിക്കുകയല്ല. ഇല്ല, മനുഷ്യനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ വലിയ പാമ്പാക്കാനുള്ള ശക്തി ഇല്ല മനുഷ്യരെ. അതാ ഖുർആന്റെ വാക്ക്. ഞാനാക്കിയത്, ഞാൻ തന്നെ പിടിച്ചിട്ട് പറഞ്ഞു പേടിക്കണ്ട, പിടിച്ചോ, ആ വടി തന്നെ ആക്കി തരാം. താഴെ ഇട്ടു, അതല്ല വിഷയം, അതല്ല, താഴെ ഇട്ടു, പാമ്പായി. മൂസ നബി ഓടി തിരിച്ചു വിളിച്ചു, വാ അഖ്ബിൽ, ഇങ്ങോട്ട് വാ, ലാ തഖഫ്, പേടിക്കണ്ട, ഞാനല്ലേ വടി ഇടാൻ പറഞ്ഞത്. ഒന്നാ പാമ്പിനെ പിടിച്ചേ, അള്ളാഹ് പഠിപ്പിക്കാൻ നോക്കി. ആ പാമ്പിനെ ഒന്ന് പിടിച്ചേ, പേടിച്ചു മൂസ നബി. പിടിക്കേ, അള്ളാന്റെ വാക്കൽ, ഞാൻ മാറ്റിത്തരാം, ഞാൻ പാമ്പാക്കിയ ഞാൻ ആ പാമ്പിനെ വടിയാക്കി തരാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തു, അത് വടിയായി മാറി. എന്ത് മനസ്സിലായി മൂസ? എന്ത് മനസ്സിലായി? ഇതാണ് റബ്ബ്, ഇതാണ് ഞാൻ. ഒന്നും നിങ്ങളുടെ കൈകളിലല്ല, എല്ലാം എന്റെ കയ്യിലാണ്. അതുകൊണ്ട് ഫഅ്ബുദ്നി, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതാണ് തൗഹീദ്. ഖാലിഖ് അല്ലാഹുവാൻ, റാസിഖ് അല്ലാഹുവാൻ, മുദബ്ബിർ അല്ലാഹുവാൻ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവനെ മാത്രം നീ ആരാധിച്ച് അടിമയായി കീഴ്വഴക്കത്തോടെ ജീവിക്കണം. ഇതിനെന്താ സഹോദര ഇത്ര വലിയ പാട്? എന്തിനാ വെറുതെ അല്ലാഹുവിന്റെ സ്ഥാനത്ത് ഔലിയാക്കളെ കൊണ്ടുവരുന്നത്, അമ്പിയാക്കളെയും മലായിക്കത്തിനെയും കൊണ്ടുവരുന്നത്? അല്ലാഹനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിച്ചാ പോരെ? അള്ളാഹു തന്നെ സ്വയം പറഞ്ഞല്ലേ അങ്ങനെ ജീവിക്കാൻ. ഔലിയാക്കളെ ആരാധിക്കരുത്, അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, മലായിക്കത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, അവരെ ആരാധിക്കരുത്. കാരണം എന്താണ്? അവർക്കൊന്നും ഇതിനുള്ള അർഹത ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ ഖത്മീർ. അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ, വിഗ്രഹങ്ങളുണ്ടല്ലോ, ഇന്നത്തെ ജാറങ്ങളുണ്ടല്ലോ, മഖ്ബറയുണ്ടല്ലോ, മയംലികൂന മിൻ ഖത്മീർ, ഈറ്റപ്പഴക്കുരുവിന്റെ പാടയെപ്പോലും അവർ ഉടമസ്ഥതയിൽ ആക്കുന്നില്ല. എന്നിട്ടല്ലേ നിനക്ക് മക്കളെ തരാം? ഒരു ഈത്തപ്പഴത്തിന്റെ പാടയില്ല കയ്യില്, എന്നിട്ട് നീ ചോദിക്ക 5 കോടി എനിക്ക് തരണം മതി നിങ്ങളെ. അള്ളാഹു പറഞ്ഞല്ലോ, ഖുർആനാണ്. നല്ല തലച്ചോറുണ്ടാവും, സയന്റിസ്റ്റ് ആയിരിക്കും, പക്ഷേ പ്രവർത്തിക്കൂല. എടോ, ഭൗതിക കാര്യങ്ങളിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അത് വലിയ കാര്യമൊന്നുമില്ല. പ്രവർത്തിക്കേണ്ടത് അവന്റെ അനന്തമായ ജീവിതത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. അവനാണ് ബുദ്ധിമാൻ, അവനാണ് ഈ വിജയി. അള്ളാഹു പറഞ്ഞു, വല്ലദീന തദ്ഊന മിൻ ദൂനി. ഇനിയോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ, ദുആ ചെയ്യുന്നില്ലേ, എന്ത് ചെയ്താലും ലാ യസ്മഉ ദുആഅക്കും, കേൾക്കൂല, അവർ കേൾക്കൂല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, ഉത്തരം തരൂല. എന്തിനാ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? അവർക്ക് കയ്യിൽ ഒന്നുമില്ല. യാ അയ്യുഹൻ നാസ്, ഹോ മാലോകരെ, ഹോ ജനങ്ങളെ,
അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അല്ലാഹുവോ ആരെയും ആവശ്യമില്ല. അല്ലാഹു പറയാ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. ഓ പ്രവാചകരെ, എന്നെ കുറിച്ച് എന്റെ അടിയാറുകൾ